സ്നേഹമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇന്ന് 241 ദിവസം. ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ ജെറമിയ അധ്യായങ്ങൾ 24 25, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായങ്ങൾ 6 7, സുഭാഷിതങ്ങൾ അധ്യായം 16, വാക്യങ്ങൾ 5 മുതൽ 8 വരെ. നമുക്ക് വചനം വായിച്ചു തുടങ്ങാം. POC മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. വചനം നമ്മൾ വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 24. 2 കുട്ട അത്തിപ്പഴം. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യെഹോയാക്കീമിന്റെ പുത്രൻ യക്കോണിയായെയും യൂദായിലെ പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോഹപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് നാടുകടത്തി ബാബിലോണിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കർത്താവ് എന്നെ കാണിച്ചു. ഇതാ, കർത്തൃഭവനത്തിൻ്റെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന 2 കുട്ട അത്തിപ്പഴങ്ങൾ. ഒരു കുട്ടയിലെ അത്തിപ്പഴങ്ങൾ ആദ്യമുണ്ടാകുന്ന അത്തിപ്പഴങ്ങൾ പോലെ വളരെ നല്ലതായിരുന്നു. മറ്റേ കുട്ടയിലെ അത്തിപ്പഴങ്ങൾ തിന്നാൻ കൊള്ളാത്ത വിധം വളരെ മോശമായിരുന്നു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ, നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അത്തിപ്പഴങ്ങൾ, നല്ല അത്തിപ്പഴങ്ങൾ, വളരെ നല്ലവ, മോശമായവയോ തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശമായവയും. അപ്പോൾ എൻ്റെ നേർക്ക് കർത്താവിൻ്റെ വചനം ഇപ്രകാരമുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈ സ്ഥലത്ത് നിന്ന് കൽദായരുടെ ദേശത്തേക്ക് ഞാൻ അയച്ച യൂദാ വിപ്രവാസികളെ ഈ നല്ല അത്തിപ്പഴങ്ങൾ പോലെ ഞാൻ അനുഭാവപൂർവം പരിഗണിക്കും. അവരുടെ മേൽ ഞാൻ എൻ്റെ കടാക്ഷം അനുഭാവപൂർവം വെക്കും. ഞാൻ അവരെ ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ അവരെ പണിതുയർത്തും, തകിടം മറിക്കുകയില്ല. ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും, പിഴുതെറിയുകയില്ല. ഞാനാണ് കർത്താവെന്ന് അവർ എന്നെ അറിയുന്നതിന് ഞാൻ അവർക്ക് ഒരു ഹൃദയം നൽകും. അവർ എനിക്കൊരു ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അങ്ങനെ അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരും. എന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: യൂദാ രാജാവായ സെദെക്കിയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിക്കുന്ന ജെറുസലേമിലെ ശിഷ്ടഭാഗത്തെയും ഈജിപ്ത് ദേശത്ത് വസിക്കുന്നവരെയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴങ്ങൾ പോലെ ഞാൻ ത്യജിച്ചു കളയും. ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഞാൻ അവരെ ഒരു ഭീതിപാത്രം, ഒരു ദുരന്തം ആക്കി തീർക്കും. ഞാൻ അവരെ ചിതറിച്ചു വിടാനിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ഞാൻ നിന്ദയും പഴമൊഴിയും പരിഹാസവും ശാപവാക്യവും ആക്കി തീർക്കും. അവർക്കും അവരുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ മണ്ണിൽ നിന്ന് അവർ ഇല്ലാതാകുന്നതുവരെ അവർക്കിടയിൽ ഞാൻ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. ജെറമിയ അധ്യായം 25. 70 വർഷം പ്രവാസത്തിൽ. യൂദായിലെ എല്ലാ ജനത്തെയും കുറിച്ച് യൂദാ രാജാവായ ജോസിയായുടെ പുത്രൻ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം ജെറമിയായ്ക്കുണ്ടായ അരുളപ്പാട്. അത് ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ 1-ാം വർഷമായിരുന്നു. യൂദായിലെ എല്ലാ ജനത്തോടും ജെറുസലേം നിവാസികളോടും ജെറമിയ പ്രവാചകൻ പറഞ്ഞു: യൂദാ രാജാവായ ആമോന്റെ പുത്രൻ ജോസിയായുടെ 13-ാം വർഷം മുതൽ ഇന്നുവരെ 23 വർഷം എനിക്ക് കർത്താവിൻ്റെ വചനം ഉണ്ടായി. ഞാനവ നിങ്ങളോട് പറഞ്ഞെങ്കിലും നിരന്തരം പറഞ്ഞെങ്കിലും നിങ്ങൾ കേട്ടില്ല. കർത്താവ് തൻ്റെ ദാസന്മാരായ എല്ലാ പ്രവാചകന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിട്ടും നിങ്ങൾ അവരെ ശ്രവിച്ചില്ല. കേൾക്കാൻ നിങ്ങൾ ചെവി ചായ്ച്ചതുമില്ല. അവർ പറഞ്ഞു: നിങ്ങൾ ഓരോരുത്തരും തൻ്റെ തെറ്റായ മാർഗത്തിൽ നിന്നും നിങ്ങളുടെ തിന്മപ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് മുതൽ എന്നേക്കുമായി നൽകുകയും ചെയ്ത ദേശത്ത് വസിക്കുകയും ചെയ്യുവിൻ. അന്യദേവന്മാരുടെ പിറകെ അവയെ സേവിക്കാനും അവയുടെ മുമ്പിൽ കുമ്പിടാനും പോകരുത്. ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്താതിരിക്കാൻ നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയുമരുത്. എന്നാൽ നിങ്ങൾ എന്നെ ശ്രവിച്ചില്ല. അങ്ങനെ നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ നിങ്ങൾ പ്രകോപിപ്പിച്ചു. കർത്താവിൻ്റെ അരുളപ്പാട്. അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എൻ്റെ വചനം നിങ്ങൾ കേൾക്കാതിരുന്നതിനാൽ ഞാനിതാ ഉത്തരദേശത്തെ എല്ലാ വംശങ്ങളെയും ആളയച്ച് സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നെബൂഖദ്നേസറിന് വേണ്ടിയും ഞാൻ ആളയക്കുന്നു.
ഞാൻ അവരെ ഈ ദേശത്തിനും ഇതിലെ നിവാസികൾക്കും ചുറ്റുമുള്ള ഈ ജനതകൾക്കുമെല്ലാം എതിരെ കൊണ്ടുവരികയും അവരെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്യും. ഞാൻ അവരെ ഒരു ബീഭത്സവസ്തുവും പരിഹാസ വിഷയവും നിത്യമായ നാശക്കൂമ്പാരവും ആക്കും. ഞാൻ അവരിൽ നിന്ന് ആനന്ദാരവവും സന്തോഷധ്വനിയും മണവാളൻ്റെ ശബ്ദവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും ഇല്ലാതാക്കും. ഈ ദേശമെല്ലാം പാഴ്വസ്തുവും ബീഭത്സവസ്തുവുമായി തീരും. ഈ ജനതകൾ ബാബിലോൺ രാജാവിന് 70 വർഷം ദാസ്യവൃത്തി ചെയ്യും. 70 വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ആ ജനതയെയും കൽദായ ദേശത്തെയും അവരുടെ അകൃത്യത്തെ പ്രതി ഞാൻ സന്ദർശിക്കും. ഞാൻ അതിനെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. അതിനെതിരെ ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ വാക്കുകളും സകല ജനതകളെയും കുറിച്ച് ജെറമ്യാ പ്രവചിച്ച് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് മുഴുവനും ആ രാജ്യത്തിന് മേൽ ഞാൻ വരുത്തും. നിശ്ചയമായും അവർ തന്നെയും അനേക ജനങ്ങൾക്കും മഹാരാജാക്കന്മാർക്കും ദാസ്യവൃത്തി ചെയ്യും. അവരുടെ പ്രവൃത്തിക്കൊത്തും കരങ്ങളുടെ ചെയ്തിക്കനുസൃതമായും അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. ക്രോധത്തിൻ്റെ പാനപാത്രം. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ ചഷകം നീ എൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക. ഞാൻ നിന്നെ ആരുടെ അടുത്തേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം അത് കുടിപ്പിക്കുക. അവർ കുടിച്ച് ഉന്മത്തരായി ചിത്തഭ്രമമുള്ളവരായി ഭവിക്കും. ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തമാണത്. ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ പാനപാത്രമെടുത്ത് കർത്താവിനെ ആരുടെ അടുത്തേക്ക് അയച്ചുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു. അത് ജെറുസലേമിനും യൂദാ പട്ടണങ്ങൾക്കും അവരുടെ രാജാക്കന്മാർക്കും അവരുടെ പ്രഭുക്കന്മാർക്കുമൊപ്പം താഴെ പറയുന്നവരെ ഇന്നത്തെ പോലെ പാഴ്വസ്തുവും ബീഭത്സവസ്തുവും പരിഹാസ വിഷയവും ശാപവാക്യവും ആക്കേണ്ടതിനായിരുന്നു. ഈജിപ്ത് രാജാവായ ഫറവോ, അവൻ്റെ ദാസന്മാർ, പ്രഭുക്കന്മാർ, അവൻ്റെ ജനം മുഴുവനും സകല സങ്കരവർഗവും എന്നിവരും ഊസ് ദേശത്തിലെ എല്ലാ രാജാക്കന്മാരും, ഫിലിസ്തീൻ രാജ്യത്തിലെ അഷ്കലോൺ, ഗാസ, എക്രോൺ, അഷ്ദോദിൽ അവശേഷിച്ചിരുന്നവർ എന്നിവരുടെ എല്ലാ രാജാക്കന്മാരും, ഏദോം, മൊവാബ്, അമ്മോന്യർ എന്നിവരും, ടൈറിലെ എല്ലാ രാജാക്കന്മാരും, സീദോനിലെ എല്ലാ രാജാക്കന്മാരും, സമുദ്രത്തിനക്കരെയുള്ള ദ്വീപിലെ രാജാക്കന്മാരും, ദദാൻ, തേമ, ബുസ് എന്നിവരും, ചെന്നിമുണ്ടനം ചെയ്യുന്നവരും, അറേബ്യയിലെ എല്ലാ രാജാക്കന്മാരും, മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗത്തിൽപ്പെട്ട രാജാക്കന്മാരും, സിമ്രയിലെ എല്ലാ രാജാക്കന്മാരും, ഏലാമിലെ എല്ലാ രാജാക്കന്മാരും, മേദിയയിലെ എല്ലാ രാജാക്കന്മാരും, ഒരുവൻ മറ്റൊരുവൻ്റെ സഹോദരനായിരിക്കുന്ന സമീപസ്ഥനും വിദൂരസ്ഥനുമായി വടക്കുള്ള എല്ലാ രാജാക്കന്മാരും, ഭൂമുഖത്തെ എല്ലാ നാട്ടുരാജ്യങ്ങളും എന്നിവരും. അവർക്ക് ശേഷം ഷെഷാക്ക് രാജാവും അത് കുടിക്കും. നീ അവരോട് പറയണം: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: നിങ്ങൾ കുടിച്ച് മദിച്ച് ഉന്മത്തരാകുവിൻ, ഛർദ്ദിച്ചു വീഴുവിൻ, നിങ്ങൾ എഴുന്നേൽക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തമാണത്. അവർ നിന്റെ കയ്യിൽ നിന്ന് ആ പാനപാത്രം കുടിക്കാനായി സ്വീകരിക്കാൻ മടിച്ചാൽ നീ അവരോട് പറയണം: സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിങ്ങൾ കുടിക്കുക തന്നെ ചെയ്യും. എന്തെന്നാൽ ഇതാ എൻ്റെ നാമം ഏതിൻ്റെ മേലാണോ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നത് ആ നഗരത്തിനെതിരെ ഞാൻ അനർത്ഥം വരുത്താൻ തുടങ്ങുന്നു. നിങ്ങൾ നിശേഷം ഒഴിവാക്കപ്പെടുമോ? നിങ്ങൾ ഒഴിവാക്കപ്പെടുകയില്ല. കാരണം ഭൂവാസികൾക്കെതിരെ ഞാൻ വാൾ വിളിച്ചു വരുത്തുന്നു. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട്. നീ ഈ വാക്കുകളെല്ലാം അവരോട് പ്രവചിക്കണം. അവരോട് നീ പറയണം: കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു, തൻ്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് സ്വരമുയർത്തുന്നു. തൻ്റെ വാസസ്ഥലത്തിനെതിരെ അവിടുന്ന് ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടേതുപോലുള്ള അട്ടഹാസം കൊണ്ട് അവിടുന്ന് ദേശവാസികളോട് പ്രത്യുത്തരിക്കുന്നു. ഭൂമിയുടെ അതിർത്തി വരെ അലർച്ചയെത്തിയിരിക്കുന്നു. കാരണം ജനതകളുമായി കർത്താവിന് ഒരു വ്യവഹാരമുണ്ട്. സകല ശരീരിക്കുമുള്ള ന്യായവിധിയിൽ അവിടുന്ന് ഏർപ്പെടുന്നു. ദുഷ്ടരെ അവിടുന്ന് വാളിന് വിട്ടുകൊടുക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഇതാ ജനതയിൽ നിന്ന് ജനതയിലേക്ക് അനർത്ഥം വ്യാപിക്കുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് ഭീകരമായ കൊടുങ്കാറ്റ് ഉണർത്തപ്പെട്ടിരിക്കുന്നു. ആ ദിവസം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിനാൽ വധിക്കപ്പെട്ടവരുണ്ടായിരിക്കും. അവരെ പ്രതി ആരും വിലപിക്കുകയില്ല. അവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല, സംസ്കരിക്കപ്പെടുകയുമില്ല. അവർ ഭൂമുഖത്ത് ചാണകം പോലെ ആയിത്തീരും. ഇടയന്മാരെ മുറവിളി കൂട്ടുവിൻ, അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ. കാരണം നിങ്ങളുടെ വധദിനങ്ങൾ വന്നെത്തിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ ചിതറിക്കും. വിശേഷപ്പെട്ട പാത്രം പോലെ നിങ്ങൾ വീണ് കിടക്കും. പലായനം ഇടയന്മാർക്ക് അസാധ്യമാകും, രക്ഷപ്പെടൽ അജപാലകർക്കും. ഇടയന്മാരുടെ നിലവിളി സ്വരവും അജപാലകരുടെ വിലാപവും. എന്തെന്നാൽ അവരുടെ മേച്ചിൽ സ്ഥലം കർത്താവ് നശിപ്പിക്കുന്നു.
കർത്താവിൻ്റെ ഉഗ്രകോപം മൂലം ഐശ്വര്യത്തിൻ്റെ ആലകൾ നശിപ്പിക്കപ്പെടും. അവിടുന്ന് യുവസിംഹത്തെപ്പോലെ തൻ്റെ ഒളിയിടം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ പീഡകന്റെ രൗദ്രത മൂലവും അവൻ്റെ ഉഗ്രകോപം നിമിത്തവും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു. ദാനിയേൽ അധ്യായം 6. ദാനിയേൽ സിംഹക്കുഴിയിൽ. 62 വയസ്സ് പ്രായമുള്ളപ്പോൾ മേദിയക്കാരനായ ദാരിയൂസ് ഭരണമേറ്റെടുത്തു. രാജ്യം മുഴുവനിലും ദേശാധിപന്മാരായി 120 പേരെ രാജ്യത്തിനുമേൽ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. ഈ ദേശാധിപന്മാർ കണക്ക് നൽകേണ്ടതിനും അങ്ങനെ രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കേണ്ടതിനും അവൻ 3 പേരെ അവരെക്കാൾ ഉപരിയായി നേതാക്കന്മാരാക്കി. ദാനിയേൽ അവരിൽ ഒരുവനായിരുന്നു. ഈ ദാനിയേലിൽ സവിശേഷ ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് അവൻ നേതാക്കന്മാർക്കും ദേശാധിപന്മാർക്കുമിടയിൽ വ്യതിരിക്തനായിരുന്നു. അതുകൊണ്ട് രാജ്യം മുഴുവൻ്റെയും മേൽ അവനെ നിയമിക്കാൻ രാജാവ് പദ്ധതിയിട്ടു. അപ്പോൾ നേതാക്കന്മാരും ദേശാധിപന്മാരും ദാനിയേലിനെതിരെ ഭരണസംബന്ധിയായി ഒരു പ്രശ്നം കണ്ടെത്താൻ പഴുതു നോക്കി. എന്നാൽ എന്തെങ്കിലും പ്രശ്നമോ അഴിമതിയോ കണ്ടെത്താൻ അവർക്കായില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. എന്തെങ്കിലും ഉപേക്ഷയോ അഴിമതിയോ അവനെതിരെ കണ്ടെത്തപ്പെട്ടില്ല. അപ്പോൾ ആ മനുഷ്യർ പറഞ്ഞു, ദാനിയേലിന് മേൽ അവൻ്റെ ദൈവത്തിൻ്റെ നിയമം സംബന്ധിച്ച് എന്തെങ്കിലും കണ്ടെത്താമെന്നല്ലാതെ അവനെതിരെ ഒരു പ്രശ്നവും നാം കണ്ടെത്തുകയില്ല. അപ്പോൾ ഈ നേതാക്കന്മാരും ദേശാധിപന്മാരും രാജാവിൻ്റെ പക്കൽ മുൻധാരണയോട് ചെന്ന് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, ദാരിയൂസ് രാജാവ് നീണാൽ ജീവിക്കട്ടെ. രാജാവെ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ പ്രാർത്ഥന നടത്തുന്നവൻ സിംഹങ്ങളുടെ കുഴിയിൽ എറിയപ്പെടുമെന്ന് ഒരു രാജകീയ കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനാജ്ഞ നടപ്പാക്കാൻ രാജ്യത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും സ്ഥാനപതികളും ദേശാധിപന്മാരും മന്ത്രിമാരും നാടുവാഴികളും ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ രാജാവെ, മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് മാറ്റം വരുത്താനാവാത്ത വിധം നിരോധനാജ്ഞ പുറപ്പെടുവിച്ച് നീ രേഖയുണ്ടാക്കണം. അങ്ങനെ ദാരിയൂസ് രാജാവ് നിരോധന രേഖയുണ്ടാക്കി. രേഖ ചമയ്ക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ദാനിയേൽ സ്വഭവനത്തിലേക്ക് കയറി ചെന്നു. അതിൻ്റെ മുകൾ മുറിയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ ഇതിനു മുമ്പും ചെയ്തിരുന്നതുപോലെ ദിവസേന അവൻ അവിടെ 3 നേരം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുകയും കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്തു. തദവസരം മേൽപ്പറഞ്ഞ ആളുകൾ ഒത്തുകൂടി ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതായും യാചിക്കുന്നതായും കണ്ടെത്തി. തുടർന്ന് അവർ രാജസന്നിധിയെ സമീപിച്ച് നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവെ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ പ്രാർത്ഥിക്കുന്നവൻ സിംഹങ്ങളുടെ കുഴിയിൽ എറിയപ്പെടുമെന്നൊരു നിരോധനാജ്ഞ നീ ചമച്ചിരുന്നില്ലേ? രാജാവ് മറുപടിയായി പറഞ്ഞു, മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അക്കാര്യം തീർച്ചയുള്ളതാണ്. അപ്പോൾ അവർ രാജസന്നിധിയിൽ മറുപടിയായി പറഞ്ഞു, രാജാവെ, യൂദാ പ്രവാസികളിൽ നിന്നുള്ള ദാനിയേൽ നിന്നെയാകട്ടെ നീ ചമച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും 3 നേരം തൻ്റെ പ്രാർത്ഥന നടത്തുന്നു. ഇക്കാര്യം കേട്ടപ്പോൾ രാജാവ് ഏറെ അസന്തുഷ്ടനായെങ്കിലും ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ചു. അവനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു. അപ്പോൾ ആ ആളുകൾ രാജാവിൻ്റെ പക്കൽ ബഹളം കൂട്ടി. അവർ രാജാവിനോട് പറഞ്ഞു, രാജാവെ, നീ അറിഞ്ഞാലും രാജാവ് പുറപ്പെടുവിക്കുന്ന ഏതെങ്കിലും നിരോധനാജ്ഞയോ കൽപ്പനയോ മാറ്റിക്കൂടാ എന്നത് മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമാണ്. രാജാവ് കൽപ്പിച്ചപ്പോൾ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷപ്പെടുത്തട്ടെ. ദാനിയേലിനെ സംബന്ധിച്ച് ഒന്നും വ്യത്യസ്തമാകാതിരിക്കാൻ ഒരു കല്ല് കൊണ്ടുവന്ന് കുഴിയുടെ വായ്ക്കൽ വെക്കപ്പെട്ടു. തൻ്റെ മുദ്രമോതിരം കൊണ്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ മുദ്രമോതിരം കൊണ്ടും രാജാവ് അത് മുദ്ര വെക്കുകയും ചെയ്തു. പിന്നീട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി വിശപ്പോടെ രാത്രി കഴിച്ചുകൂട്ടി. അവന് മുമ്പിൽ വിനോദോപാധികൾ കൊണ്ടുവരപ്പെട്ടില്ല. നിദ്ര അവനെ വിട്ടൊഴിഞ്ഞു. പുലർച്ചയിൽ അരണ്ട വെളിച്ചത്തിൽ എഴുന്നേറ്റ് രാജാവ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് പരിഭ്രാന്തിയോടെ ചെന്നു. ദാനിയേലിൻ്റെ കുഴിയെ സമീപിച്ചപ്പോൾ ദീനസ്വരത്തിൽ നിലവിളിച്ചുകൊണ്ട് രാജാവ് ദാനിയേലിനോട് വിളിച്ചു ചോദിച്ചു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവത്തിന് കഴിഞ്ഞു. അപ്പോൾ ദാനിയേൽ രാജാവുമായി സംസാരിച്ചു, രാജാവെ, അങ്ങ് നീണാൽ ജീവിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിഷ്കളങ്കനായി കാണപ്പെട്ടതിനാൽ അവിടുന്ന് തൻ്റെ മാലാഖയെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ദ്രോഹിച്ചില്ല. രാജാവെ, നിന്റെ മുമ്പിലും ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ രാജാവ് അവനെ പ്രതി ഏറെ സന്തോഷിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ അവനിൽ ഒരു പോറൽ പോലും കാണപ്പെട്ടില്ല. അപ്പോൾ രാജാവ് കൽപ്പിക്കുകയും അവർ ദാനിയേലിനെതിരെ കുൽസിതാരോപണം ഉയർത്തിയ ആ ആളുകളെ കൊണ്ടുവന്ന് അവരെയും അവരുടെ മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ കുഴിയിൽ എറിയുകയും ചെയ്തു. കുഴിയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ കീഴടക്കി അവരുടെ എല്ലുകളെല്ലാം പൊടിച്ചു നുറുക്കി. തുടർന്ന് ദാരിയൂസ് രാജാവ് ലോകം മുഴുവനിലും വസിക്കുന്ന സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, നിങ്ങളുടെ സമാധാനം സമൃദ്ധമാകട്ടെ. എൻ്റെ സമക്ഷത്ത് നിന്ന് ഒരു കൽപ്പന പുറപ്പെടുന്നു. എൻ്റെ ഓരോ രാജ്യത്തിൻ്റെയും അധികാരത്തിൽ ഉൾപ്പെടുന്നവർ ദാനിയേലിൻ്റെ ദൈവത്തിന് മുമ്പിൽ വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്യണം. എന്തെന്നാൽ അവിടുന്നാണ് ജീവിക്കുന്നവനും നിത്യം നിലനിൽക്കുന്നവനുമായ ദൈവം. നശിപ്പിക്കപ്പെടാത്ത രാജ്യമാണ് അവിടുത്തേത്. അവിടുത്തെ ആധിപത്യമോ അന്ത്യം വരെയും. അവിടുന്ന് രക്ഷപ്പെടുത്തുന്നവനും മോചിപ്പിക്കുന്നവനും ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നവനുമാണ്. അവിടുന്ന് സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷപ്പെടുത്തിയല്ലോ. മേൽപ്പറഞ്ഞ ദാനിയേൽ ദാരിയൂസിൻ്റെയും പേർഷ്യക്കാരനായ സൈറസിൻ്റെയും രാജത്വത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ദാനിയേൽ അധ്യായം 7. ദാനിയേലിന് 4 മൃഗങ്ങളുടെ ദർശനം. ബാബിലോൺ രാജാവായ ബൽഷാസറിൻ്റെ 1-ാം വർഷം ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ കിടക്കയിൽ വെച്ച് അവന് ശിരോദർശനങ്ങളുണ്ടായി. അതിനുശേഷം അവൻ സ്വപ്നം രേഖപ്പെടുത്തുകയും മുഖ്യപ്രമേയങ്ങൾ പ്രസ്താവിക്കുകയും ചെയ്തു. ദാനിയേൽ ഇപ്രകാരം പറഞ്ഞു: നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിക്കുന്നു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വരുന്നു. അവ ഒന്ന് മറ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. സിംഹത്തെപ്പോലെ ആയിരുന്നു ആദ്യത്തേത്. അതിന് കഴുകൻ്റെ ചിറകുകളുണ്ടായിരുന്നു. ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അത് നിലത്തുനിന്ന് ഉയർത്തപ്പെട്ട് മനുഷ്യനെപ്പോലെ ഇരുകാലിൽ നിർത്തപ്പെട്ടു. മനുഷ്യൻ്റെ ഹൃദയം അതിന് നൽകപ്പെടുകയും ചെയ്തു. ഇതാ മറ്റൊരു മൃഗം, 2-ാമത്തേത്. അത് കരടിക്ക് സമാനമായിരുന്നു. ഒരു വശത്തേക്ക് അത് നിർത്തപ്പെട്ടു. അതിൻ്റെ വായിൽ പല്ലുകൾക്കിടയിൽ ഉണ്ടായിരുന്നത് 3 വാരിയെല്ലുകളാണ്. ആകയാൽ അവർ അതിനോട് ഇപ്രകാരം പറഞ്ഞു: നീ എഴുന്നേറ്റ് ഏറെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊന്ന്. അതിൻ്റെ മുതുകത്ത് അതിന് പക്ഷിയുടെ 4 ചിറകുകൾ. ആ മൃഗത്തിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അവന് നൽകപ്പെട്ടു. അതിനുശേഷം നിശാദർശനങ്ങളിൽ ഞാൻ കണ്ടു, ഇതാ ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4-ാമത്തെ മൃഗം. അതിന് ഇരുമ്പിൻ്റെ വലിയ പല്ലുകളുണ്ടായിരുന്നു. അത് വെട്ടിവിഴുങ്ങുകയും പൊടിച്ചു നുറുക്കുകയും അവശേഷിച്ചത് കാലുകൾ കൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. അതിന് മുമ്പുണ്ടായിരുന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം അത് വ്യത്യസ്തമായിരുന്നു. അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ മറ്റൊരു ചെറിയ കൊമ്പ് അവയ്ക്കിടയിൽ പൊങ്ങിവരുന്നു. അതിനു മുമ്പിൽ നിന്ന് ആദ്യമുണ്ടായിരുന്ന കൊമ്പുകളിൽ 3 എണ്ണം പിഴുതെറിയപ്പെട്ടു. ഇതാ ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുകൾ പോലെ കണ്ണുകളും വമ്പ് പറയുന്ന ഒരു വായു. മനുഷ്യപുത്രൻ, ഞാൻ കാഴ്ചക്കാരനായിരിക്കെ സിംഹാസനങ്ങൾ നിരത്തപ്പെട്ടു. പുരാതനനായവൻ ഉപവിഷ്ടനായി. അവൻ്റെ വസ്ത്രം വെൺമഞ്ഞ് പോലെ, അവൻ്റെ തലമുടി നിർമ്മലമായ കമ്പിളി പോലെ. തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ ആളുന്ന അഗ്നി. അവൻ്റെ മുമ്പിൽ നിന്ന് ഉറവ പൊട്ടി ഒരു അഗ്നിപ്രവാഹമൊഴുകി. 1000ങ്ങളുടെ 1000 അവനെ ശുശ്രൂഷിച്ചു. 10,000ങ്ങളുടെ 10,000 അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. ന്യായാധിപസഭ ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ കൊമ്പ് ഉച്ചരിച്ചുകൊണ്ടിരുന്ന ഗംഭീര വചസ്സുകളുടെ ശബ്ദം മൂലം ഞാൻ കാഴ്ചക്കാരനായിരുന്നു. ആ മൃഗം കൊല്ലപ്പെടുന്നതും അതിൻ്റെ ജഡം നശിപ്പിക്കപ്പെടുന്നതും അഗ്നി അതിനെ ദഹിപ്പിക്കുന്നതിന് വിട്ടുകൊടുക്കപ്പെടുന്നതും വരെ ഞാൻ കാഴ്ചക്കാരനായിരുന്നു. ശേഷിച്ച മൃഗങ്ങൾ തങ്ങളുടെ ആധിപത്യം അടിയറ വച്ചു. എന്നാൽ അവയ്ക്ക് നിശ്ചിത സമയത്തേക്കും കാലത്തേക്കും ആയുർദൈർഘ്യം നൽകപ്പെട്ടു. നിശാദർശനങ്ങളിൽ ഞാൻ കണ്ടു, ഇതാ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വാനമേഘങ്ങളോടൊപ്പം വരുന്നു. പുരാതനനായവൻ്റെ പക്കൽ അവനെത്തി. അവർ അവനെ അവിടുത്തെ മുമ്പിൽ കൊണ്ടുവന്നു. ആധിപത്യവും ബഹുമതിയും രാജത്വവും അവന് നൽകപ്പെട്ടു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ ആദരിച്ചു. അവൻ്റെ ആധിപത്യം കടന്നുപോകാത്ത ശാശ്വതമായ ആധിപത്യമാണ്. അവൻ്റെ രാജ്യത്വമാകട്ടെ നശിച്ചു പോകാത്തതും. ദാനിയേലായ എന്നിൽ അന്തസ്ഥിതമായ എൻ്റെ അരൂപി അസ്വസ്ഥമായി. ശിരോദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഞാൻ അവനോട് ഇതിനെക്കുറിച്ചെല്ലാമുള്ള യാഥാർത്ഥ്യം തിരക്കി. അവൻ എന്നോട് സംസാരിച്ചു. കാര്യങ്ങളുടെ വ്യാഖ്യാനം അവൻ എന്നെ അറിയിച്ചു. ആ 4 കൂറ്റൻ മൃഗങ്ങൾ ഇവരാണ്: ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന 4 രാജാക്കന്മാർ. എന്നാൽ അത്യുന്നതൻ്റെ പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുകയും
എന്നേക്കും നിത്യതയുടെ നിത്യതയോളം രാജ്യം അവകാശമാക്കുകയും ചെയ്യും. അപ്പോൾ വ്യക്തത വരുത്താൻ ഞാൻ ആഗ്രഹിച്ചത്, എല്ലാറ്റിലും നിന്ന് വ്യത്യസ്തനും അതിഘോരനും വലിയ ഇരുമ്പ് പല്ലുകളും പിച്ചള നഖങ്ങളും ഉള്ളവനും വെട്ടിവിഴുങ്ങുകയും പൊടിച്ചു നുറുക്കുകയും അവശേഷിച്ചത് കാലുകൾ കൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തവനുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുണ്ടായിരുന്ന 10 കൊമ്പുകളെയും 3 വീണത് ഏത് കൊമ്പിന് മുമ്പിലാണോ അതിനെയും കുറിച്ചുമാണ്. കണ്ണുകളും വീമ്പിളക്കുന്ന വായുമായി പൊങ്ങിവന്ന ഇതിൻ്റെ ദർശനമായിരുന്നല്ലോ മറ്റുള്ളവയുടെ ഇതിനേക്കാൾ ഗംഭീരം. ഞാൻ നോക്കി നിൽക്കവേ ഈ കൊമ്പ് പരിശുദ്ധരുമായി യുദ്ധം ചെയ്ത് അവർക്കെതിരെ കഴിവ് തെളിയിച്ചു. ഇത് പുരാതനനായവൻ വരികയും അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് ന്യായം നൽകപ്പെടുകയും പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാവുകയും ചെയ്യുന്നതുവരെ ആയിരുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞു, 4-ാമത്തെ മൃഗം ഭൂമിയിലെ 4-ാമത്തെ ഒരു സാമ്രാജ്യമാണ്. അതെല്ലാ രാജ്യങ്ങളിലും നിന്ന് വ്യത്യസ്തമാണ്. അത് ഭൂമിയെ മുഴുവൻ വെട്ടിവിഴുങ്ങുന്നു. അത് അതിനെ ചവിട്ടി മെതിക്കുകയും പൊടിച്ചു നുറുക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നുള്ള രാജ്യങ്ങളാണ് 10 കൊമ്പുകൾ. 10 രാജാക്കന്മാർ ഉയിർക്കൊള്ളും. വേറൊരുവൻ അവർക്ക് ശേഷം രംഗപ്രവേശം ചെയ്യും. മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും. 3 രാജാക്കന്മാരെ അവൻ എളിമപ്പെടുത്തും. അവൻ അത്യുന്നതനെതിരെ ദൂഷണമുതിർക്കും. അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവൻ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിശ്ചിത സമയങ്ങളും നിയമവും മാറ്റിമറിക്കുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവൻ്റെ കയ്യിൽ അവർ ഏൽപ്പിക്കപ്പെടും. എന്നാൽ അന്ത്യം വരെ തകർക്കാനും നശിപ്പിക്കാനുമായി ന്യായാധിപ സഭ ഉപവിഷ്ടമാവുകയും അവൻ്റെ ആധിപത്യം അവർ നീക്കിക്കളയുകയും ചെയ്യും. സമസ്താകാശത്തിനും കീഴിലെ രാജ്യങ്ങളുടെ രാജത്വവും ആധിപത്യവും ശ്രേഷ്ഠതയും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാരുടെ ജനത്തിന് നൽകപ്പെടും. അതിൻ്റെ രാജ്യം ശാശ്വതമായ രാജ്യമാണ്. എല്ലാ ആധിപത്യങ്ങളും അതിനെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയും വരെയാണ് വചസ്സിൻ്റെ അന്ത്യം. ഞാനാണ് ദാനിയേൽ. എൻ്റെ വിചാരങ്ങൾ എന്നെ ഏറെ പരിഭ്രാന്തനാക്കി. ഞാൻ വിവരണനായി, പക്ഷേ ഇക്കാര്യം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. സുഭാഷിതങ്ങൾ അധ്യായം 16 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. ബുദ്ധിയുടെ ഔദ്ധത്യമുള്ള ഓരോരുത്തരും കർത്താവിന് മ്ലേച്ഛതയാണ്. അവൻ ശിക്ഷാമുക്തനാകുകയില്ല എന്നത് തീർത്തും ഉറപ്പാണ്. കൃപയും സത്യവും കൊണ്ടാണ് കുറ്റം പരിഹരിക്കപ്പെടുന്നത്. കർത്തൃഭയത്തിലൂടെയാണ് തിന്മയിൽ നിന്ന് അകന്നു മാറുന്നത്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരങ്ങളായിരിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ പോലും അവനുമായി രമ്യതയിലായിരിക്കും. നീതിയിലൂടെയുള്ള അല്പമാണ് ന്യായരാഹിത്യത്തിലൂടെയുള്ള ആദായ സമൃദ്ധിയേക്കാൾ മെച്ചം. പ്രിയമുള്ളവരെ, 241 ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന അത്ഭുതകരമായ തീഷ്ണതയ്ക്കും ദാഹത്തിനും ആഗ്രഹത്തിനും ഞാൻ ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ജെറമ്യായുടെ പ്രവചനത്തിൽ നമ്മൾ കണ്ടത് പ്രവാസം ആരംഭിച്ചതിന് ശേഷം 3 ഘട്ടങ്ങളിലായിട്ടായിരുന്നു പ്രവാസം. അതിൻ്റെ ആദ്യത്തെ ഘട്ടം ആരംഭിച്ചതിന് ശേഷം ജെറമ്യ കാണുന്ന ഒരു ദർശനമാണ്. പ്രവാസത്തിലേക്ക് പോയവരിൽ വിശ്വസ്തയോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞവർ നല്ല അത്തിപ്പഴങ്ങൾ പോലെ മടങ്ങി വരികയും എന്നാൽ ദൈവം ഒരുക്കുന്ന ശിക്ഷണ വഴികളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ പ്രവാസത്തിലേക്ക് പോകുന്നവർ ചീഞ്ഞ അത്തിപ്പഴങ്ങൾ പോലെ നാമാവശേഷമാവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു ആ ദർശനം. മാത്രമല്ല, പ്രവാസം 70 വർഷത്തേക്കാണ് നിലനിൽക്കുന്നതെന്നും അതിനുശേഷം ജനം മടങ്ങി വരുമെന്നും ജെറമ്യായിലൂടെ വെളിപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. ക്രോധത്തിൻ്റെ പാനപാത്രം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ ഏതാണ്ട് 540 തവണയിൽ കൂടുതൽ ആവർത്തിക്കപ്പെടുന്നൊരു വാക്കാണ് ക്രോധം എന്ന വാക്ക്. ക്രോധം ദൈവത്തിന് തിന്മയോടുള്ള അസഹിഷ്ണുതയെ, ഇൻടോളറൻസിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. പാപത്തിൻ്റെ ഒരു പ്രത്യേക അളവ് വർദ്ധിച്ചു കഴിയുമ്പോൾ, ഒരു പ്രത്യേക അനുപാതത്തിനപ്പുറത്തേക്ക് പാപത്തിൻ്റെ നില വർദ്ധിച്ചു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ശിക്ഷണത്തിൻ്റെ, ഉണ്ടാകുന്ന സഹനങ്ങളുടെ ഒരു വ്യാപ്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ക്രോധം എന്ന് പറയുന്ന വാക്ക്. പാപം വർദ്ധിക്കുമ്പോൾ ക്രോധത്തിൻ്റെ പാനപാത്രം കുടിക്കേണ്ടി വരുന്നു എന്നുള്ളത് സാമാന്യമായി ബൈബിളിലുടനീളം കാണുന്ന ഒരു ചിന്തയാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാരിയൂസ് എന്ന രാജാവിനെ നമ്മൾ കാണുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാലഘട്ടം നെബൂഖദ്നേസർ രാജാവിന് ശേഷം, ബാബിലോൺ രാജാക്കന്മാർ ഭരിച്ചതിന് ശേഷം പിന്നീട് മീദോ പേർഷ്യൻ രാജവംശത്തിലെ സൈറസ്
ബാബിലോൺ കീഴടക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്ന അങ്കിളായിരുന്ന ദാരിയുസിനെ ബാബിലോണിൻ്റെ ഭരണം ഏൽപ്പിക്കുന്നു. അപ്പോൾ സൈറസിൻ്റെ അങ്കിളായ ദാരിയൂസ് മീദോ പേർഷ്യൻ രാജവംശം, ആ രാജവംശത്തിൻ്റെ രാജാവായ ദാരിയൂസാണ് ഇപ്പോൾ ബാബിലോൺ ഭരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. പ്രായം വെച്ച് നോക്കുമ്പോൾ ദാനിയേലിന് ഏകദേശം 90 വയസ്സോളം പ്രായമുള്ള ഒരു സമയത്ത് നടക്കുന്ന സംഭവമാണിത്. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ഓരോ അധ്യായങ്ങളും വായിക്കുമ്പോൾ അത് ക്രൊണോളോജിക്കലായി സമയാനുക്രമമായി വിവരിക്കുന്ന സംഭവങ്ങളല്ല. എന്ന് വെച്ചാൽ 5-ാം അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങൾ നടന്നതിന് ശേഷമല്ല 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഇങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്ന ഒരു പ്രത്യേകത ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ വിവരണത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് എന്ന് സൂക്ഷ്മമായൊരു വായനയിൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് വായിക്കുന്നത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ദാരിയൂസിനെ അടുത്ത 30 ദിവസത്തേക്ക് എല്ലാവരും ദൈവമായി ആരാധിക്കുകയും രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയും ചെയ്യാവൂ എന്ന ഒരു കൽപ്പന യഹൂദരെ ദ്രോഹിക്കാനെന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടി തന്നെ അവിടെയുള്ള ദാനിയേലിനും യഹൂദർക്കുമെതിരെയുള്ള മനുഷ്യർ ഒരു വിധിയിലൂടെ, ഒരു രേഖയിലൂടെ, ഒരു പ്രഖ്യാപനത്തിലൂടെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദാനിയേൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. യഹൂദർക്കെതിരെയുള്ള രേഖയിൽ ദാരിയൂസ് മുദ്ര വെച്ചു എന്ന് അറിഞ്ഞപ്പോൾ ദാനിയേൽ ചെയ്യുന്നത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് രാജാവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയല്ല. മറിച്ച് അദ്ദേഹം വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോയി. അവിടെ ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഇത് ബാബിലോണാണ്. ജെറുസലേം മറ്റൊരു രാജ്യമാണ്, വേറൊരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ്. ജെറുസലേമിന് നേരെ ജാലകം തുറന്നിട്ടാൽ ജെറുസലേം കാണാൻ പറ്റില്ല. അപ്പോൾ ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകം എന്ന് സൂചിപ്പിക്കുന്നത് ജെറുസലേം ഏത് ദിശയിലാണോ എന്ന് മനസ്സിലാക്കി അവിടേക്ക് ഒരു ജനൽ തുറന്നിട്ട് ആ ദിശയിലേക്ക് നോക്കി ഉള്ളാലെ മനസ്സാലെ അകത്ത് ദേവാലയം കണ്ട് പ്രാർത്ഥിച്ച ദാനിയേൽ. ജെറുസലേമിന് നേരെ തുറന്നിട്ട ജാലകം എന്നത് നിരന്തരമായ ദൈവബന്ധത്തിൻ്റെ ഒരടയാളവാക്യമാണ്. ഒരിക്കലും മുറിയാത്ത ഒരു പരിശുദ്ധാത്മ സംസർഗത്തിൻ്റെ പ്രതീകാത്മകമായൊരു വാചകമാണ് ജെറുസലേമിന് നേരെ തുറന്നിട്ട ആ ജാലകം. അവിടെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം ഇങ്ങനെയാണ്: മുൻപ് താൻ ചെയ്തിരുന്നത് പോലെ ദിവസേന 3 നേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു. തനിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അത് അദ്ദേഹത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു. മുൻപ് താൻ ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ ദിവസേന 3 നേരം മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയതയുടെ വളരെ ശ്രദ്ധേയമായ ഒരു ആരാധനയുടെ ശരീരഭാഷയാണ്. മുട്ടുകുത്തി നിൽക്കാൻ കഴിയുന്ന കാലത്തോളമെല്ലാം, ആരോഗ്യം അനുവദിക്കുന്ന കാലത്തോളമെല്ലാം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ശക്തമായ ദൈവിക ഇടപെടലുകൾ കൊണ്ടുവരുന്നതിന് സഹായകരമായ ഒരു ആരാധനയുടെ ശരീരഭാഷയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദാനിയേലിന് 4 മൃഗങ്ങളെക്കുറിച്ചുണ്ടാവുന്ന ദർശനങ്ങളാണ്. നേരത്തെ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തിലെ ബിംബം പോലെ ഈ 4 മൃഗങ്ങളും സൂചിപ്പിക്കുന്നത് വരാൻ പോകുന്ന 4 രാജവംശങ്ങളെയാണ്. ബാബിലോണും മേദിയ പേർഷ്യ രാജവംശവും ഗ്രീക്ക് സാമ്രാജ്യവും റോമ സാമ്രാജ്യവും. പിന്നീട് അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂചനകളും എതിർക്രിസ്തുവിനെക്കുറിച്ചുള്ള സൂചനകളും ഈ വായനയിൽ ഉണ്ട്. വമ്പ് പറയുന്ന ഒരു കൊമ്പിനെക്കുറിച്ചുള്ള പരാമർശം അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ്. അതിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യപുത്രനെക്കുറിച്ചുള്ള പ്രവചനമാണ്. പുരാതനനായവൻ്റെ മുമ്പിൽ, അതായത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് മനുഷ്യപുത്രൻ ആനയിക്കപ്പെടുന്നു. നമുക്കറിയാം ഈ മനുഷ്യപുത്രൻ ആരാണെന്ന്. എല്ലാ ജനതകളും എല്ലാ ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, ഒരിക്കലും അതില്ലാതാവില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരമാണ്. അതുപോലെ തന്നെ ഈ 4 രാജാക്കന്മാരുടെ, ഈ 4 സാമ്രാജ്യങ്ങളുടെ കാലത്തിന് ശേഷം ദാനിയേൽ കാണുകയാണ് അത്യുന്നതൻ്റെ പരിശുദ്ധർക്ക് രാജ്യം നൽകപ്പെടുകയും ആ രാജ്യം എന്നേക്കുമായി അവർ അവകാശമാക്കുകയും ചെയ്യും. അത് ദൈവരാജ്യമാണ് എന്ന് നമുക്ക് നന്നായി അറിയാം. ഇനി ഇവിടെ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് പറഞ്ഞിരിക്കുന്നത് 3.5 വർഷമാണ്. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് 3.5 വർഷത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണത്. പിന്നീട് ഇനിയും ആവർത്തിക്കപ്പെടും 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യാം.
ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നെബൂഖദ്നേസർ രാജാവാകട്ടെ, ബൽഷാസർ രാജാവാകട്ടെ, ഇപ്പോൾ ദാരിയൂസ് രാജാവാകട്ടെ, ഈ രാജാക്കന്മാരുടെ മുമ്പിൽ വിശ്വസ്തരായി തങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് നിൽക്കുന്ന ഏതാനും മനുഷ്യർ ഈ രാജാക്കന്മാരുടെ മുമ്പിൽ തെളിയിക്കുന്നത് എന്താണ്? അവരുടെ വിശ്വസ്തത തെളിയിക്കുന്നത് എന്താണ്? അവർ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം എന്നുള്ളത് തന്നെയാണത്. സുവിശേഷ പ്രഘോഷണം വാക്കുകൾ കൊണ്ട് സാധ്യമല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ, ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായ സുവിശേഷ പ്രഘോഷണം ഒരു വ്യക്തിയുടെ ജീവിതമാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിലുടനീളം നമ്മൾ വായിക്കുന്നത്. വിശ്വസ്തയോടെ തങ്ങളുടെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ സുവിശേഷം പ്രഘോഷിക്കാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ അനുവാദമില്ലാത്ത ഒരു രാജ്യത്തിൽ നിൽക്കുമ്പോൾ അവരുടെ വാക്കുകളെക്കാളധികം വാചാലമായി സംസാരിക്കുന്നത് അവരുടെ ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ തൂക്കത്തിനെതിരെ നിൽക്കാൻ ഈ സാമ്രാജ്യങ്ങൾക്ക് ശക്തി ഇല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യമില്ലാത്ത ഇടങ്ങളിൽ, മതവിശ്വാസം പ്രഘോഷിക്കുന്നത് അനുവദിക്കാത്ത സാഹചര്യങ്ങളിലെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നത് വാക്കുകളിലൂടെയല്ല, നല്ല തൂക്കമുള്ള ജീവിതങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ദൈവത്തെ വെളിപ്പെടുത്തുക, ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുക എന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഉത്തരവാദിത്വവും നമ്മുടെ മേൽ ചുമത്തപ്പെട്ട ഒരു നിയോഗവുമാണ് എന്ന് മറക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഈ ദിനത്തിനായി ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. സിംഹക്കൂട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ദാനിയേലിന് സംരക്ഷണമായി മാറിയ ആ ദാനിയേലിനെ പൊതിഞ്ഞു നിന്ന സംരക്ഷണ കവചം ദാനിയേലിൻ്റെ ശരീരത്തിൻ്റെ വിശുദ്ധിയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രാജാവ് വിളമ്പിയ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് മലിനനാവുകയില്ല എന്ന് നിശ്ചയിച്ച ആ മനുഷ്യൻ്റെ ശരീരത്തെ വിശന്ന സിംഹങ്ങൾ പോലും ഭക്ഷിക്കാതെ മാറ്റിവെച്ചു എന്നത് ആ ശരീരത്തെ ദൈവം എത്ര തേജസ്സും എത്ര മഹത്വവും എത്ര ശക്തിയുള്ളതുമായി നിലനിർത്തി എന്നതിൻ്റെ ഒരടയാളമായി ഞങ്ങൾ കർത്താവെ മനസ്സിലാക്കുന്നു. ശരീരത്തിൻ്റെ വിശുദ്ധി പാലിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനയിൽ മുടക്കം ഇല്ലാത്തവരായി ഞങ്ങളെ മാറ്റണമേ. ദാനിയേലിനെ പോലെ ദിവസേന 3 നേരം മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിച്ച ദാനിയേലിൻ്റെ ജീവിതം പോലെ പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും ദൈവത്തെ തേടുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, തീഷ്ണതയോടെ വചനവായനയിൽ മുന്നോട്ട് പോകാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളോട് എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഈ യാത്ര നടത്തുന്നതിൽ അനൽപമായ സന്തോഷം എനിക്കുണ്ട്. എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയേലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും ഈശോയെ പങ്കുവച്ചും ഒരു നല്ല ദിവസം നമുക്ക് ദൈവമഹത്വത്തിനായി ജീവിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.